പൊതുജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ഒരു നിയമ സംവിധാനം നടപ്പിലാക്കുക എന്നുള്ളതാണ് 2023 ജൻ വിശ്വാസ് ആക്ട് കൊണ്ടുവന്നപ്പോൾ കേന്ദ്ര സർക്കാർ ഉദ്ദേശിച്ചത്. തുടക്കത്തിൽ 42ഓളം നിയമങ്ങളിലെ വിവിധ വകുപ്പുകളാണ് ജൻ വിശ്വാസ് ആക്ടിൽ നടപ്പിലാക്കാൻ പ്രയാസമുള്ളതും അതേപോലെ തന്നെ ക്രിമിനൽ പ്രൊസീജിയറുകൾ അടക്കമുള്ള ക്രിമിനൽ നടപടികൾ, ജയിൽ ശിക്ഷ അടക്കമുള്ള കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് പകരം പിഴയടച്ച് കേസുകൾ തീർപ്പാക്കുന്നതിനും അതേപോലെ തന്നെ ചെറിയ ചെറിയ കുറ്റങ്ങളും പ്രൊസീജിയറലായിട്ടുള്ള എററുകൾക്കുമെല്ലാം പിഴയടിച്ച് പൊതുജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ നിയമ സംവിധാനം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഈ ജൻ വിശ്വാസ് ആക്ടിൻ്റെ ഉദ്ദേശ ലക്ഷ്യം. 2026 ഏകദേശം 80ഓളം നിയമങ്ങളിലെ വിവിധ വകുപ്പുകളാണ് ഈ ജൻ വിശ്വാസ് ആക്ടിൽ പുതിയതായി ഭേദഗതികൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിലേറ്റവും പ്രധാനം മോട്ടോർ വാഹന നിയമങ്ങളുമായിട്ടും ബന്ധപ്പെട്ട നിയമങ്ങൾ. പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ലൈസൻസുമായി ബന്ധപ്പെട്ടവയും അതേപോലെ തന്നെ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടും അതേപോലെ തന്നെ പിഴകളുമായി ബന്ധപ്പെട്ടതാണ്. ലൈസൻസിൽ ഇപ്പോൾ നിലവിലുള്ള നിയമപ്രകാരം ഒരു ലൈസൻസിൻ്റെ കാലാവധി അവസാനിച്ചാൽ അതിന് പുതുക്കുന്നതിന് നിലവിലൊരു ഗ്രേസ് പീരീഡ് ലഭ്യമല്ല. മുൻപുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അത് ലഭ്യമല്ല. അത് തിരികെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാന സവിശേഷത. ലൈസൻസ് തീർന്നാലും 30 ദിവസത്തേക്ക് അതിനൊരു ഗ്രേസ് പീരീഡ് കൊടുത്തുകൊണ്ട് ലൈസൻസ് പുതുക്കുന്നതിനുള്ള ഒരു കാലയളവ് ഇതിനകത്ത് പുതുതായിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ലൈസൻസ് പുതുക്കുന്നത് ഇപ്പോൾ 1 വർഷം വരെ ലൈസൻസ് പുതുക്കാമെങ്കിലും ലൈസൻസ് നേരത്തെ പുതുക്കി കഴിഞ്ഞാൽ ആ ദിവസം മുതലാണ് നമുക്കതിൻ്റെ കാലാവധി പുതുക്കി കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ പുതുക്കുന്ന ആളുകൾക്ക് അതുകൊണ്ട് ചില നഷ്ടങ്ങളാണ് സംഭവിക്കുന്നത്. അവർക്ക് നേരത്തെ പുതുക്കുമ്പോൾ കിട്ടിയിരുന്ന പീരീഡിൽ നിന്ന് ചില കുറവുകൾ വന്നിരുന്നു. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട്, അത് പരിഹരിക്കുന്നതിന് വേണ്ടി പുതിയ നിയമത്തിൽ ലൈസൻസ് നേരത്തെ പുതുക്കിയാലും ലൈസൻസിൻ്റെ കാലാവധി അവസാനിക്കുന്ന ദിവസം മുതൽ അതിൻ്റെ കാലാവധി പുതുക്കി നൽകുന്നു. അതുകൊണ്ട് തന്നെ ഇത് പൊതുജനങ്ങൾക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകും. നേരത്തെ തന്നെ ലൈസൻസ് പുതുക്കുന്നതിനും അവരുടെ കാലാവധി നേരത്തെ തന്നെ ഉറപ്പുവരുത്തുന്നതിനും ഇത് പൊതുജനങ്ങളെ സഹായിക്കുന്ന ഒന്നാണ്. 2026 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പ് വരുന്നത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കേസുകളിലാണ്. നിലവിൽ ഇൻഷുറൻസ് ഇല്ലാത്തൊരു വാഹനം സർവീസ് നടത്തിയാൽ മോട്ടോർ വാഹന നിയമത്തിൻ്റെ സെക്ഷൻ 196 പ്രകാരം ആദ്യ തവണ 2000 രൂപ പിഴയും അതേപോലെ 3 മാസത്തെ ജയിൽ ശിക്ഷയുമാണ് വ്യവസ്ഥ ചെയ്തിട്ടുള്ളതെങ്കിൽ ഇത് മോട്ടോർ വാഹന നിയമത്തിൻ്റെ പുതിയ ഭേദഗതിയിൽ ഇൻഷുറൻസ് പ്രീമിയത്തിൻ്റെ 3 മടങ്ങോ അല്ലെങ്കിൽ 5000 രൂപയോ ഏതാണോ കൂടുതൽ ആ തരത്തിലേക്ക് പിഴശിക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇത് സെക്കൻഡ് ഒഫൻസിൽ രണ്ടാമത് ഇത് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നിലവിൽ 4000 രൂപ വരെയുള്ള പിഴശിക്ഷ പുതിയ ഇതിനകത്ത് 5 തവണ അല്ലെങ്കിൽ ബേസ് ഇൻഷുറൻസിൻ്റെ 5 മടങ്ങോ അല്ലെങ്കിൽ 10000 രൂപയോ ഏതാണോ കൂടുതൽ ആ തരത്തിലേക്ക് ഇതിൻ്റെ പിഴശിക്ഷ വർദ്ധിപ്പിക്കുന്നു. തീർച്ചയായും ഇൻഷുറൻസ് ഇല്ലാതെ വാഹനങ്ങൾ സർവീസ് നടത്തുന്നത് കൂടുതൽ ഗൗരവതരമായൊരു കുറ്റമായി ഇത്തരത്തിൽ മാറും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം. വാഹനത്തിന് പേരുമാറിയാൽ നിലവിൽ 14 ദിവസത്തിനുള്ളിൽ ഇൻഷുറൻസ് മാറ്റുന്നതിനുള്ള അപേക്ഷ സമർപ്പിക്കണമെന്നാണ് മോട്ടോർ വാഹന നിയമത്തിൽ ഇപ്പോൾ നിഷ്കർഷിച്ചിട്ടുള്ളത്. അത് 14 ദിവസത്തിൽ നിന്നുള്ളത് 30 ദിവസമായിട്ട് ഈ പുതിയ നിയമ ഭേദഗതിയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഹിറ്റ് ആൻഡ് റൺ കേസ് പോലെയുള്ള അപകടങ്ങളിൽ ആളുകൾ കൊല്ലപ്പെട്ടാൽ ആദ്യഘട്ടത്തിൽ 2 വർഷം വരെ ജയിൽ ശിക്ഷ എന്നുള്ളത് ഈ പുതിയ നിയമപ്രകാരം ഒഴിവാക്കുന്നു. ഫൈൻ എന്നുള്ള വാക്കിന് പകരം പല സെക്ഷനുകളിലും പെനാൽറ്റി എന്നുള്ള വാക്കുകൾ ഇതിന് പകരമായി കയറി വരുന്നു. മാത്രമല്ല ചെറിയ കുറ്റങ്ങൾക്ക് മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 177, 177A അതായത് ഡ്രൈവിംഗ് റെഗുലേഷനുമായി ബന്ധപ്പെട്ട ചെറിയ കേസുകൾ നിലവിലെ ആദ്യത്തെ തവണ അങ്ങനെ കേസുകൾ ചെയ്താൽ അല്ലെങ്കിൽ കുറ്റങ്ങൾ ചെയ്താൽ അത് ഒരു വാണിംഗ് മാത്രം നൽകിക്കൊണ്ട് പിഴ ശിക്ഷ ഒഴിവാക്കുകയും തുടർന്നുള്ള കേസുകൾക്ക് പിഴ അടയ്ക്കാവുന്ന രീതിയിലും നിയമം ഭേദഗതി ചെയ്യുന്നു. അപകട കേസുകളിൽ നിലവിൽ 2 വർഷത്തെ ജയിൽ ശിക്ഷ നിയമത്തിൽ ശുപാർശ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പുതിയ ജൻ വിശ്വാസ് ആക്ടിൽ ഒഴിവാക്കിക്കൊണ്ട് പകരം പിഴ ശിക്ഷ വർദ്ധിപ്പിക്കുകയാണ് ഈ ജൻ വിശ്വാസ് ആക്ടിൽ കൊണ്ടുവന്നിട്ടുള്ളത്. മാത്രവുമല്ല പുതിയതായി അങ്ങനെയുള്ളൊരു അപകടങ്ങളിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് നിലവിൽ 6 മാസത്തെ കാലാവധിയാണ് ഭാരതീയ ന്യായ സംഹിത പ്രകാരവും മോട്ടോർ വാഹന നിയമപ്രകാരവും കൊടുത്തിട്ടുള്ളത്. അത് കുറച്ചുകൂടി ദീർഘിപ്പിച്ചുകൊണ്ട് അപകടം നടന്ന് 1 വർഷത്തിനുള്ളിൽ കേസ് രജിസ്റ്റർ ചെയ്യാം എന്നുള്ള തരത്തിലുള്ള വ്യവസ്ഥ പുതിയ ജൻ വിശ്വാസ് ആക്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. മാത്രവുമല്ല MACT കേസുകളിൽ സമയബന്ധിതമായി തീർപ്പ് കൽപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കേസ് രജിസ്റ്റർ ചെയ്ത് 1 വർഷത്തിനുള്ളിൽ MACT ക്ലെയിം സെറ്റിൽ ചെയ്യണമെന്ന ഒരു പുതിയ വ്യവസ്ഥ കൊണ്ടുവന്നത് തീർച്ചയായും പൊതുജനങ്ങൾക്ക് സഹായകരമായ ഒന്നാണ്. മോട്ടോർ വാഹന നിയമത്തിലെ പല കുറ്റങ്ങൾക്കും ആദ്യ ഒഫൻസിൽ ജയിൽ ശിക്ഷ എന്നുള്ളത് ഈ പുതിയ ജൻ വിശ്വാസ് ആക്ടിൽ ഒഴിവാക്കിയിട്ടുണ്ട്. ഉദാഹരണത്തിന്
എയർ ഹോൺ മുഴക്കുന്നത്, സൈലൻസ് സോണിൽ ഹോൺ മുഴക്കുന്നത്, എമർജൻസി വാഹനങ്ങൾക്ക് സൈഡ് നൽകാത്തത്, ഇങ്ങനെയുള്ള കുറ്റങ്ങൾക്ക് ആദ്യ തവണ തന്നെ ജയിൽ ശിക്ഷ പറഞ്ഞിട്ടുള്ളത് പുതിയ നിയമത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് പകരം അതിൻ്റെ പിഴ ശിക്ഷ മാത്രമായി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു പ്രധാന സവിശേഷതയാണ്. മറ്റുള്ളവരുടെ വാഹനത്തിൽ അനധികൃതമായി പ്രവേശിക്കുന്നതും വാഹനം ഓടിക്കാൻ ശ്രമിക്കുന്നതും അതേപോലെ തന്നെ ബ്രേക്ക് ലൈനിലടക്കം എന്തെങ്കിലും ടാമ്പറിങ്, എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്താൻ ശ്രമിക്കുന്നതും നിലവിൽ ഒരേ തരത്തിലുള്ള ഒരേ ഗൗരവത്തിലുള്ള ശിക്ഷയാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. 1000 രൂപയാണ് അതിൻ്റെ പിഴ. എന്നാൽ പുതുക്കിയ ജൻവിശ്വാസ് ആക്ട് പ്രകാരം വാഹനത്തിൽ കയറാൻ ശ്രമിക്കുന്നതോ അല്ലെങ്കിൽ വാഹനം ഓടിക്കാൻ ശ്രമിക്കുന്നതോ 1000 രൂപ പിഴയാണെങ്കിൽ വാഹനത്തിൻ്റെ ബ്രേക്ക് ലൈനിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ അനധികൃതമായി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് 10,000 രൂപയായിട്ട് പിഴ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ മോട്ടോർ വാഹന നിയമത്തിൽ സമഗ്രമായ ഒരു മാറ്റം ജൻവിശ്വാസ് ആക്ട് 2026 കൊണ്ടുവന്നിട്ടുണ്ട്. തീർച്ചയായും പൊതുജനങ്ങൾക്ക് ചില കാര്യങ്ങളിൽ സൗഹൃദപരമായ സമീപനങ്ങളുണ്ടെങ്കിലും ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്ന അടക്കമുള്ള ചില കാര്യങ്ങളിൽ വളരെ ഗൗരവതരമായ രീതിയിലേക്ക് നിയമം ഈ കുറ്റങ്ങളെ കാണുന്നു. തീർച്ചയായും ഈ മാറിയ നിയമങ്ങളെക്കുറിച്ച് പൊതുജനങ്ങൾ അറിയുകയും ആ തരത്തിൽ അപകടരഹിതമായും വാഹനം ഓടിക്കുന്നതിനും സ്വന്തം കാര്യങ്ങൾ വളരെ വ്യക്തതയോടെയും അതേപോലെ തന്നെ കൃത്യതയോടെയും നിയമപരമായും ചെയ്യാൻ ഓരോരുത്തരും ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കുന്നു.